ഒട്ടോമൻ സ്റ്റൈല് വീടുകൾ. ആ ഒരു വീട് നമ്മൾ കാണുമ്പം ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് വിൻഡോസ് ആണ്. എല്ലാ വീടിനും ഒത്തിരി വിൻഡോസ് ഉണ്ട്, അതും സാധാ സൈസ് അല്ല, നല്ല വലിയ സൈസിലുള്ള വിൻഡോസ് ആണ്. നമ്മൾ ബരാത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഡേ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഈസി ഈ ഒരു ഡേ ട്രിപ്പ് ആയിരുന്നു. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് ഗൈഡ് ആണ് നമ്മളെ കൂടെ വരുന്നത്. ഈ വീടുകൾക്കിടയിലൂടെ ചെറിയ ചെറിയ വഴികളുണ്ട്, അതിലൂടെ നടക്കാൻ പുറപ്പെട്ടു. ശരിക്കും അതിലൂടെ നടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഫേസ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മൗണ്ടൈൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കുത്തനെ കയറ്റമാണ്. യാത്രകൾ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സിറ്റി, മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ, അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. എന്നാൽ ഇതെല്ലാം ഒത്തുചേർന്ന ഒരു പ്ലേസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അൽബേനിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തിരാനയാണ് ആദ്യത്തെ ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഡേ തിരാനയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ബരാത്തിലേക്കുള്ള ഒരു ഡേ ട്രിപ്പാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബരാത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ഗെറ്റ് യുവർ ഗൈഡ് വഴിയാണ് നമ്മൾ ഈ ഒരു ട്രാവൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. രാവിലെ നമ്മൾ ഹോട്ടലിൽ വന്ന് പിക്കപ്പ് ചെയ്യും. അവിടുന്ന് ഏകദേശം 1.25 മണിക്കൂറാണ് ബരാത്തിലേക്കുള്ളത്. അപ്പൊ അതിൽ ഒരു മണിക്കൂറിൽ നമുക്ക് ചെറിയൊരു ടീ ബ്രേക്കും അവർ തരുന്നുണ്ട്. നമ്മൾ ബരാത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഡേ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഈസി ഈ ഒരു ഡേ ട്രിപ്പ് ആയിരുന്നു. കാരണം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് ഗൈഡ് ആണ് നമ്മളെ കൂടെ വരുന്നത്. അല്ല നിങ്ങൾക്ക് ബരാത്തിൽ വന്ന് സ്റ്റേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തിരാനയിൽ നിന്നും ബരാത്തിലേക്ക് ട്രെയിന് അല്ലെങ്കിൽ ബസ് അവൈലബിൾ ആണ്. ബരാത്തിൽ മെയിൻ ആയിട്ട് 3 റീജിയൻ ആണുള്ളത്. 2 മൗണ്ടെയ്ൻസ്. ഈ ഒരു മൗണ്ടെയ്ൻസിന്റെ സൈഡ് മൊത്തത്തിൽ ഒട്ടോമൻ സ്റ്റൈലിലുള്ള വീടുകളാണ്. പിന്നെ അതിന്റെ സെൻട്രലിലൂടെ പോകുന്ന ഓസും നദിയും അതിന് ക്രോസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജും. മൂന്നാമത്തത് ഈ 2 മൗണ്ടെയ്നിൽ ഒരു മൗണ്ടെയ്ന്റെ ടോപ്പിലാണ് ബരാത്ത് കാസിൽ അല്ലെങ്കിൽ ബരാത്ത് ഫോർട്രസ് ഉള്ളത്. സാധാ ഫോർട്രസ് പോലെയല്ല, ഇതിനകത്ത് ഒത്തിരി വീടുകൾ, കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. സാധാരണ ഒരു ഫോർട്രസ് അല്ലെങ്കിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു മ്യൂസിയം പോലെയാണ്. അത് ഒരാൾ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ അതിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോർട്രസ് ആണ് ബരാത്തിലുള്ളത്. ഈ ഒരു ഫോർട്രസിനകത്ത് ഏറ്റവും ഭംഗിയുള്ള ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഹോളി ട്രിനിറ്റി ചർച്ചാണ്. റോമൻ എംപയർ ഈ ഒരു ഏരിയ റൂൾ ചെയ്ത സമയത്തുള്ള ഒരു റിമൈനിങ് ആണിത്. ഏകദേശം 14-15 നൂറ്റാണ്ടിലാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ആർക്കിടെക്ചർ മാത്രമല്ല, അത് നിൽക്കുന്ന ലൊക്കേഷനും അത്രയും രസമുള്ള ഒരു ലൊക്കേഷനാണ്. ഇതിനകത്ത് ചർച്ച് മാത്രമല്ല 2 മോസ്കും ഉണ്ട്. വൈറ്റ് മോസ്കും റെഡ് മോസ്കും. ഒട്ടോമൻ എംപയർ ഈ ഒരു ഏരിയ റൂൾ ചെയ്തതിൻ്റെ റിമൈനിങ്സ് ആണ് ഈ 2 മോസ്കുകളും. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡാമേജ് ആയിട്ട് അവിടെ കാര്യമായിട്ടൊരു മോസ്ക് എന്നൊന്നും നമുക്ക് കാണാനില്ല. ചെറിയൊരു റിമൈനിങ് സ്പാട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അൽബേനിയയുടെ വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു ഫോർട്രസിനകത്ത് ഒരു ചർച്ചും മോസ്കും കാണുന്ന പോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ ഒരു കുട്ടി മുസ്ലിമാണ്, അടുത്ത കുട്ടി ക്രിസ്ത്യൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ബരാത്ത് എന്ന് പറയുന്ന ഈ ഒരു നഗരം ഫേമസ് ആയിട്ടുള്ളത് ഒട്ടോമൻ സ്റ്റൈലിലുള്ള വീടുകൾ കാരണമാണ്. അപ്പൊ നമ്മൾ ഈ 2 മൗണ്ടെയ്ൻസ് ഉണ്ട് എന്ന് പറയുന്നത് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 2 സൈഡിലും നല്ല രസമുള്ള വീടുകളാണ്. ഈ ഒരു നാടിന്റെ ഇരട്ടപ്പേര് തന്നെ ദി സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്നാണ്. അതായത് ആ വീടുകളുടെയൊക്കെ വിൻഡോസ് ആണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ താഴെന്ന് നമ്മൾ ഇതിനെ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഫോർട്രസിൽ ഒരു ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീടുകളുടെ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. നല്ല രസമുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഫോർട്രസ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ. നോർമലി നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ കാറിൽ ബരാത്ത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെയാണ് എത്തുന്നത്. അവിടെ നിന്ന് ഈ ഒരു ഫോർട്രസിലേക്ക്, ഈ ഒരു മൗണ്ടെയ്ൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഹൈക്ക് ചെയ്ത് വേണം വരാൻ. ഏകദേശം 15 തൊട്ട് 30 മിനിറ്റ് വരെ ഇതിനെടുക്കും. എന്നാൽ നമ്മൾ നേരെ ബസ്സിൽ മൗണ്ടെയ്ൻ്റെ ടോപ്പിൽ അല്ലെങ്കിൽ ഒരു ഫോർട്രസിലേക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ ഒരു ഫോർട്രസ് മൊത്തം കണ്ടതിന് ശേഷം ബസ്സിൽ തന്നെ അവർ നമ്മളെ ബരാത്തിന്റെ താഴെ ഏരിയയിലേക്ക് എത്തിച്ചു തരും.
ബരാത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വാക്ക് വേ എന്ന് പറയുന്ന ബുലേവർ ദി റിപ്പബ്ലിക്ക എന്ന് പറയുന്ന വാക്ക് വേയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റും കഫേസും മറ്റേ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുമാണ്. അവിടുന്ന് ഓസം റിവറിന്റെ സൈഡിലൂടെ നമ്മൾ അടുത്ത ഈ ഒരു ബരാത്തിലെ തന്നെ 2 മൗണ്ടെയിനിൽ നമ്മൾ ആദ്യം ടോപ്പിൽ കയറിയല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള മൗണ്ടെയിൻ ആണ് കാണുന്നത്. ഇതാണ് ബരാത്തിന്റെ തന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒട്ടോമൻ സ്റ്റൈല് വീടുകൾ. ആ ഒരു വീട് നമ്മൾ കാണുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് വിൻഡോസ് ആണ്. എല്ലാ വീടിനും ഒത്തിരി വിൻഡോസ് ഉണ്ട്, അതും സാധാ സൈസ് അല്ല, നല്ല വലിയ സൈസിലുള്ള വിൻഡോസ് ആണ്. അതുകൊണ്ട് തന്നെ ബരാത്ത് അറിയപ്പെടുന്നത് ദ സിറ്റി ഓഫ് 1000 വിൻഡോസ് എന്നാണ്. നമ്മൾ ഈ ഒരു വീടുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ബരാത്ത് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോപ്പിൽ നിന്നുള്ള വ്യൂ കണ്ടു, താഴെ നിന്നുള്ള വ്യൂ കണ്ടു. അതിനുശേഷം ഈ വീടുകൾക്കിടയിലൂടെ ചെറിയ ചെറിയ വഴികളുണ്ട്, അതിലൂടെ നടക്കാൻ പുറപ്പെട്ടു. ശരിക്കും അതിലൂടെ നടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഫേസ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മൗണ്ടെയിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല കുത്തനെ കയറ്റമാണ്. അതുപോലെ ഈ വീടുകൾ തമ്മിൽ വലിയ ഗ്യാപ്പില്ല, അതായത് മേലോട്ട് വണ്ടി ഒന്നും പോവില്ല. നമ്മൾ നടന്ന് തന്നെ പോകണം, നടന്ന് തന്നെ ഇറങ്ങണം. താഴെന്ന് മേലോട്ടുള്ള ഒരു സൈഡ് നടന്നപ്പോൾ തന്നെ നമ്മൾ കിതച്ച് ഒരു വഴിയായി. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്ക്, പ്രായമുള്ളവര്, ഹോസ്പിറ്റൽ കേസുകൾ, അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അൽബേനിയയിലെ നമ്മുടെ 2ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ തിരാനയായിരുന്നു നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ബരാത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യാത്രാ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.